ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഒരു ബൗൾ എടുത്ത ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാനായി ഒരു അരിപ്പ എടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇവ 2-3 തവണ അരിക്കുന്നത് നല്ലതാണ്. കേക്ക് നല്ല സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ഇനി വേറൊരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി അതൊരു ബീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇനി ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നേരത്തെ അരിച്ചു വെച്ച മൈദ 2-3 തവണയായി ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ലോ മോഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ബാറ്ററിൻ്റെ പകുതി ഭാഗം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവർ ബാറ്ററും റെഡിയായി. ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു തവി വാനില ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ നടുക്കായി ചോക്ലേറ്റ് ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ തീരുന്നത് വരെ വാനിലയും ചോക്ലേറ്റ് ബാറ്ററും ഒക്കെ മാറി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ ഫുള്ളായി ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഒരു ടൂത്ത് പിക്ക് എടുത്ത് അതിന് ഡിസൈൻ വരക്കാം. ബേക്കിംഗ് ട്രേ ടാപ്പ് ചെയ്തെടുക്കാം. ഇനി പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞാൽ കേക്ക് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കാം. ക്ലീൻ ആയിട്ടാണ് വന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.